ഏതെങ്കിലും ഒരു മൃഗം വിശപ്പ് മാറാൻ വേണ്ടി കടുവകളും സിംഹങ്ങളും വന്യമൃഗങ്ങളൊക്കെ ഇരകളെ തേടി അതിന്റെ പിന്നാലോടി വിശപ്പ് മാറ്റാൻ ഒരു മാൻപേടയുടെ പിന്നാലോടി അതിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന മാൻപേടയെ പിടിച്ച് വയറ് നിറയെ തിന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങൾ കഴുകന്മാരും ഹീനകളും ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ബാക്കിയുള്ള മാൻപേടകളെ കടിച്ചു തിന്നുന്നതും കാല് പറിച്ചു മാറ്റുന്നതും അതിനെ മാന്തിപ്പൊളിക്കുന്നതും നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശപ്പ് മാറ്റാനാണ് അവർ തിന്നുന്നത്. മനുഷ്യനെങ്ങനെയാണോ സമ്പത്തിന് വേണ്ടിയുള്ള കൊലപാതകം, അത് ഒരു നേരത്തെ പട്ടിണി കെട്ടാനല്ല, ഒരു തലമുറയ്ക്കുള്ളത് അവരുണ്ടാക്കി വെച്ചു. എന്നിട്ടും ആർത്തിയും ആസക്തിയും കാരണം സമ്പത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ കൊന്നുകളയുന്നവർ, അഥവാ അവരുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി മനുഷ്യനെ കൊന്നുകളയാന്ന്. ട്രാൻസ്ജെൻഡേഴ്സ്, LGBT എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ആണിന് ഒരു 18 വയസ്സാകുമ്പോ തോന്നാണ് നീ പെണ്ണാണ്, ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അവര് പെണ്ണാണ് എന്ന് തോന്നി, നീ പെണ്ണാണ് എന്ന് സമർത്ഥിച്ച് നീ പെണ്ണാണ് എന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ച് അവന്റെ അവയവങ്ങളെ മാറ്റിപ്പിക്കുന്നത് ആരാണ്? വലിയ വലിയ കുത്തക കമ്പനികളാണ്. അവർക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇവനൊരു സർജറി നടത്തുമ്പോൾ കോടിക്കണക്കിന് ലാഭം അവർക്കുണ്ട്. ഒരാണ് പെണ്ണായി ജീവിക്കണമെങ്കിൽ മരിക്കുന്നത് വരെ ഹോർമോൺസും മരുന്നും കുത്തിവെക്കണം, അവന്റെ മാരടങ്ങൾ വളരണം, അവനവനെ മറ്റുള്ള സർജറികൾ നടത്തണം, ലൈംഗികമായ സർജറികൾ നടത്തണം, മാറ്റിവെക്കണം. ഇതിനൊക്കെ കോടികളാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മള് ഈ ഇത്തരം ആളുകളോട്, ഒരാണിന് ഞാൻ പെണ്ണാണ് എന്ന് തോന്നിയാൽ നിനക്കത് തോന്നാണ് എന്ന് പറയാൻ പോലും പാടില്ല എന്ന നിയമം ഇവിടെ വരുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ഒരാണ് പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ നീ ആണ് പെണ്ണല്ല, നീ ആണെന്നെയാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഇത്തരം കുത്തകകൾ, അഥവാ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇത് മൃഗങ്ങളിലില്ല, മനുഷ്യരിലുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, അവരുടെ ദൈവമാരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഇച്ഛകളാണ്, വിൽ പവർ, അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് അവരുടെ ദൈവം.